ഇത്തവണത്തെ നമ്മുടെ റമദാൻ റെസിപ്പി സീരീസിലെ ആദ്യത്തെ റെസിപ്പിയാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പുഡിങ്. ഇതിനായിട്ടുണ്ടല്ലോ ഒരു 10 ഗ്രാം ചൈനഗ്രാസ് 1 കപ്പ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇത് അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ചെറിയ തീയിലൊന്ന് മെൽറ്റ് ആവാൻ വെക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ മറ്റൊരു പാത്രത്തിൽ 1/2 ലിറ്റർ പാലൊന്ന് തിളക്കാൻ വെക്കുന്നുണ്ട്. നമ്മളൊരു ഇളനീർ പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഉപയോഗിക്കുന്നത് ട്രൂ ഫ്രൂട്ടിന്റെ ഈ ഫ്രൂട്ട് ബ്ലെൻഡ് ആണ് കേട്ടോ, ടെൻഡർ കോക്കനട്ട് ബ്ലെൻഡ് ആണ്. ഇതെന്താ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവാസിയൊക്കെ ഉണ്ടല്ലോ, നല്ലൊരു കാമ്പുള്ള ഇളനീർ ഇവിടെ കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക് തന്നെയാണ്. ഇതാവുമ്പോൾ ഉണ്ടല്ലോ വല്ലപ്പോഴും ഒരു മിൽക്ക് ഷേക്ക് കുടിക്കണം, പുഡിംഗ് കഴിക്കണം ഒക്കെ തോന്നുന്ന സമയത്ത് ഈ ഒരു ഒറ്റ ഐറ്റം മാത്രം മതി. ഷുഗറും ആഡഡ് ആയതുകൊണ്ട് നോമ്പിനൊക്കെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ചൈനഗ്രാസ് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ മെൽറ്റ് ആയി വന്നാൽ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കൂടെ ഒരു നുള്ളുപ്പും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 1.5 കപ്പ് ട്രൂ ഫ്രൂട്ടിന്റെ ബ്ലെൻഡ് ചേർത്ത് കൊടുക്കണം. ഒന്ന് തണുപ്പ് മാറിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. മിക്സ് ചെയ്യുക. വേണമെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാം കേട്ടോ. കൂടുതൽ സമയം തിളപ്പിക്കരുത്. ഇനി ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇത് സെറ്റ് ആവാനായിട്ട് ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഉണ്ടല്ലോ ഒരു 1/2 കപ്പ് തേങ്ങയിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് സെറ്റായി വന്ന പുഡിങ്ങിന്റെ മുകളിൽ ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഈ ട്രൂ ഫ്രൂട്ടിന്റെ ബ്ലെൻഡ് വാങ്ങിയത് ലുലു എന്നാണ്. അവിടെ കുറേ ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.